സ്റ്റഡി അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡ് എയർ ചെയ്തു. കുഴപ്പമില്ലാത്ത റെസ്പോൺസുകളുണ്ട്. ബേസിക്കലി നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരു ബെറ്റർ റെസ്പോൺസാണ്. കാരണം പൈലറ്റ് എന്നുള്ളത് നമ്മളങ്ങനെ വിചാരിച്ച രീതിയിൽ പ്രൊമോഷൻ കൊടുത്തിട്ടോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാം, എത്ര വരെ പോകും എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വരികയാണ്. കോഫി ആൻഡ് കോൺവെർസേഷൻ എന്നുള്ള നമ്മുടെ ചെറിയൊരു പോഡ്കാസ്റ്റിൻ്റെ. ഇപ്പോഴത്തെ കറണ്ട് ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്യിപ്പിച്ചൊരു ഇൻസ്റ്റൻസ് നടന്നിട്ടുണ്ട്. അതായത് ജന്നത്തെ കശ്മീർ എന്ന് പറയുന്ന അതേ ഒരു കശ്മീരിൻ്റെ ഒരു താഴ്വാര, അത്രയും സ്വർഗീയമായിട്ടുള്ളൊരു സ്ഥലം ഇപ്പോൾ വളരെ രക്തരൂക്ഷിതമായൊരു അറ്റാക്ക് നടന്ന് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫൈംക കാശ്മീർ പോയിട്ടുണ്ടോ? ഞാൻ കാശ്മീർ പോയിട്ടില്ല. പക്ഷേ കാശ്മീർ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുണ്ട് കാശ്മീരിനെ പറ്റിയിട്ട്. കാരണം നമ്മൾ വായിക്കുന്ന കാശ്മീരും നമുക്ക് മീഡിയ തരുന്ന കാശ്മീരും രണ്ട് എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല? തീർച്ചയായിട്ടും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നടന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ മുതലേ ഉള്ള പ്രശ്നമാണ് കാശ്മീരും ഇന്ത്യയും തമ്മിലുള്ളൊരു പ്രശ്നം. കാരണം പിന്നെ നമ്മുടെ 2019 വരെ 1947 കറക്റ്റ് തോന്നുന്നു, 1947 to 2019 വരെ കാശ്മീരിനായിട്ട് സ്പെഷ്യലായിട്ടൊരു നിയമങ്ങളും പിന്നെ അങ്ങനെ ആ രൂപത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കാശ്മീർ അന്നത്തെ ലീഡേഴ്സായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ്റെ ഒപ്പം നിൽക്കുകയും എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭാഗമാവാതെ അവരൊരു സ്പെഷ്യൽ ഓട്ടോണമസ് ആയിരുന്നു. പിന്നീട് 2019 മോദി സർക്കാർ അവർക്കുള്ള ആ ഒരു 370 ഒഴിവാക്കുകയും അതിനുശേഷം വലിയ രീതിയിലൊരു ലോക്ക്ഡൗൺ പോലെ തന്നെ നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ പോലെ തന്നെ ലോക്ക്ഡൗൺ ഒക്കെ പോലെ തന്നെ ഒരു 1-2 വർഷത്തോളം കാശ്മീർ അവിടെ ലോക്കാവുകയും അവിടുത്തെ ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ആഫ്റ്റർ കോവിഡ് കാശ്മീർ നല്ലൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ, പണ്ടേ ടൂറിസ്റ്റ് ആയിരുന്നു, കുറച്ചും കൂടി ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു പോകാൻ തുടങ്ങി. അവരൊരു സ്വൈര്യ ജീവിതത്തിലേക്ക് ഒരു 2-3 വർഷമായിട്ട് 2022 ശേഷം 2-3 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ആർക്കോ ഒരാൾക്ക് ആ സ്വൈര്യ ജീവിതം പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് ആരോ ആണ് ഇതിന് പിന്നിൽ. ആ ആളുകളെയാണ് നമ്മൾ അത് ഏത് മതം ഏതൊന്നല്ല, അത് കാശ്മീരിനെതിരെയാണ് എന്നുള്ളത് ആ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി കച്ചറുണ്ടാക്കുന്ന ആളുകളും അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. അതായത് കാശ്മീർ എന്നുള്ളത് ഏതൊരു ട്രാവലറുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻസിലൊന്നാണ്. തീർച്ചയായും. അത് അതിൻ്റെ ഏറ്റവും മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു വാം വെൽക്കമിങ് ഉണ്ട്. ഇപ്പോൾ ഉത്തരാഖണ്ഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉത്തരാഖണ്ഡ് പോയിട്ടുണ്ട്. ഞങ്ങൾ ഉത്തരാഖണ്ഡ് പോകുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിലൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഡിഫറൻസ് കാണിക്കുന്നതാണ്. അതായത് വലിയ ഡിഫറൻസ് ഇല്ല, അറൗണ്ട് ഒരു 3 hours 5 hours ഡിഫറൻസ് ഉള്ളൂ ഉത്തരാഖണ്ഡും കാശ്മീരും തമ്മിൽ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഉത്തരാഖണ്ഡ് നമുക്ക് വളരെ വൃത്തികെട്ട അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മൾ അവിടുന്ന് വണ്ടി റെൻറ്റിനെടുത്ത്, ഋഷികേശിൽ നിന്ന് വണ്ടി റെൻറ്റിനെടുത്ത് നീൽകണ്ഠ് എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമ്പലം അവിടെ ഉണ്ട് നീൽകണ്ഠിൽ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പകുതി വഴി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഞങ്ങളത് നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിം വസ്ത്രധാരികളായിട്ടുള്ള 2 പിള്ളേരുണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ വണ്ടി ബുള്ളറ്റ് നമ്മളെ പോലെ എന്താ പറയുക, മോഡിഫിക്കേഷനും ബാക്കി ലിമിറ്റേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പിന്നാലെ വന്ന് റെവ് ചെയ്യുക, ജയ് ശ്രീരാം വിളിച്ച് നമ്മളതിനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും വൃത്തിയായിട്ട് അനുഭവം നമുക്ക് ഇതേ പറയുന്ന ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഹിമാചൽ കുറച്ചുകൂടെ ഓപ്പണാണ്. കാരണം അവരൊക്കെ ടോട്ടലി ഡിപ്പെൻഡൻ്റ് അപ്പോൾ ടൂറിസ്റ്റുകളാണ്. അല്ലെങ്കിൽ അവർക്ക് ടൂറിസ്റ്റുകളുടെ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ടൂറിസമാണ്. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ വാം വെൽക്കമിങ് ആണ്. കാശ്മീരും അതുപോലെ തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണെന്നുണ്ടെങ്കിലും അറിയുന്ന കഥകളാണെന്നുണ്ടെങ്കിലും
ബേസിക്കായിട്ട് നമ്മൾ പോയി കണ്ടിട്ടുള്ള എക്സ്പീരിയൻസുകളാണെന്നുണ്ടെങ്കിലും അവിടെ കിട്ടുന്നൊരു വെൽക്കമിങ് വളരെ ഡിഫറെൻ്റ് ആണ് തീർച്ചയായും. ഇന്ത്യയിൽ എവിടെ നിന്ന് വരുന്ന ഒരാളായാലും ലൈക്ക് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സദേൺ സ്റ്റേറ്റിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നാണെങ്കിലും നിങ്ങൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് വെൽക്കം അല്ല കാശ്മീരിൽ. നിങ്ങൾ അവിടെ ചെന്നാൽ ഒരാളെ പരിചയപ്പെട്ടാൽ അവർ തീർച്ചയായും നിങ്ങളെ വീട്ടിലോട്ട് വിളിക്കും. ഒരു ദിവസം തങ്ങിപ്പോയാൽ മതി എന്ന് നിർബന്ധം പിടിക്കുന്ന ടൈപ്പ് ഓഫ് വെൽക്കമാണ് അവിടെ കാണാൻ പറ്റുന്നത്. അത് ഇന്ത്യയിൽ വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് ഡൗട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഇതേപോലെ ഡൽഹിയിൽ നിന്ന് കാശ്മീരിലോട്ട് ഒരു ട്രിപ്പ് എന്നുള്ള നിലക്ക് പോയതാണ്. പക്ഷെ ഒബിയസ്ലി ട്രാവലേഴ്സ് ആകുമ്പോൾ സാധാരണ ഒരു ടൂർ പോകുന്ന പോലെ ഇരിക്കില്ല ട്രാവലേഴ്സ് കൂടുതലും പോവുക. അവർ മാക്സിമം ബഡ്ജറ്റ് ഒതുക്കി എവിടെയെങ്കിലും ടെൻറ്റോ അല്ലെങ്കിൽ വല്ല പള്ളികളുടെ സൈഡിലോ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ കിടന്നിട്ട് ആ ഒരു രീതിയിലാണ് കൂടുതലും യാത്രകൾ പോയിട്ടുള്ളത്. അപ്പോൾ അവരങ്ങനെ അവിടെ പോയൊരു പള്ളിയുടെ സൈഡിൽ നിന്ന് അവരൊരു ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്ത് അവരൊരാളുടെ സെറ്റ് ചെയ്ത് കൊടുത്ത് അവർ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടിൽ അവർ ലൈക്ക് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു ആടിനെ അറുത്ത് ഇവർക്ക് വിരുന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും വെൽക്കമിങ് ആണ്. 3 ദിവസം അപ്പുറമുള്ള ഒരു ഫംഗ്ഷന് അറക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ആടിനെ അവർ ഇന്നേ അറുത്തു. ഇറച്ചി ബാക്കി വരുമോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, കോൾഡ് സ്റ്റോറേജ് കാര്യങ്ങൾ അവരെല്ലാം ഓക്കെയാണ്. അത്രയും വെൽക്കമിങ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, സംഭവിക്കാൻ പാടാത്ത പലതും സംഭവിച്ചു. പക്ഷേ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ അതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്ട്സ് ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അതിൻ്റെ മുന്നേ ആയിട്ട് പറയുന്നത് പിന്നെ 2011 നവംബറിൽ നമ്മുടെ പിന്നെ മുംബൈയിൽ ബോംബ് ആക്രമണം ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ പിന്നെ തീവ്രവാദി ആക്രമണത്തിൽ എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടി അതിനെ കണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ 2026 അന്ന് താജ് ഹോട്ടലൊക്കെ അറ്റാക്കൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മുടെ പിന്നെ എന്തായാലും പേര് അജ്മൽ കസബിനെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, തൂക്കിക്കൊല്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന BJP UPA സർക്കാരിന് എതിരെയായിട്ട് കൃത്യമായി സംസാരിക്കുകയും സർക്കാരാണ് ഇതിന് ഉത്തരവാദി. ഇന്നത്തെ പിന്നെ നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അന്ന് അദ്ദേഹം പറയുന്നത് ഇതിന് ഉത്തരവാദി സർക്കാരാണ്. സർക്കാരിൻ്റെ കയ്യിൽ പിന്നെ ഗണ്ണില്ലേ, സർക്കാരിൻ്റെ കയ്യിൽ എല്ലാവിധ എക്വിപ്മെൻറ്റ്സ് ഇല്ലേ, പാകിസ്ഥാനെ ആക്രമിച്ചൂടെ, ആ രൂപത്തിലുള്ള ഒരു വലിയ അറ്റാക്ക് സർക്കാരിനെ അത്രയും വിമർശിച്ചിരുന്ന നരേന്ദ്രമോദി ഈ ഒരു പിന്നെ നമുക്ക് പുൽവാമ അറ്റാക്ക് നടന്നു. അതിനുശേഷം ഒരുപാട് അറ്റാക്സ് നമ്മുടെ പിന്നെ കാശ്മീരിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഈ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പിന്നെ മീഡിയാസ് ഒരിക്കലും നരേന്ദ്രമോദിനെ അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത്, അവിടെ എങ്ങനെയാണ് ഈ തീവ്രവാദികൾ അവിടെ എത്തിയത്, ആരാണ് ഇന്ത്യയിൽ അവരെ സഹായിച്ചത്, ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇതിന് പിന്നെ അന്ന് പിന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തി രാജിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒരാളും അമിത്ഷാ രാജിവെക്കണമെന്നോ പിന്നെ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നോ, അമിത്ഷാ കാശ്മീരിൽ പോയത് റെഡ് കാർപ്പറ്റില്ല, അതുപോലും പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തീവ്രവാദി ആക്രമണം രണ്ടിനെയും 2 രൂപത്തിലാണ് മീഡിയകൾ അത്രത്തോളം ഈ സർക്കാരിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ രൂപത്തിലേക്കാണ് മീഡിയാസ് 2011 നിന്ന് അന്ന് സർക്കാരിനെ വിമർശിക്കാൻ തൻ്റെ ഇടമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് 2025 എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ഏത് രൂപത്തിലാണ് മാറിയത് എന്നുള്ളതും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇത് ലൈക്ക് അന്ന് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ള ഒരു, അതായത് ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് അതേ വ്യക്തി ഇന്ന് ഡബിൾ സ്റ്റാൻഡ്സിലാണ്. സ്വന്തം ഉള്ളിലുള്ള, അതായത് വേറൊരു സംഭവം ഞാൻ പറയാം. അതായത് കശ്മീരിലെ നോർമൽ ജനസംഖ്യന്റെ അതേ അനുപാതത്തിൽ അവിടെ എന്തുണ്ട്, മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് ഫോഴ്സസ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ്, അങ്ങനെ ലൈക്ക് പല കാറ്റഗറിയിൽ വരുന്ന പല
ഇന്റലിജൻസ് ഓഫീസേഴ്സ്, അതായത് പല കാറ്റഗറിയിൽ വരുന്ന സുരക്ഷാ സേനകൾ അവിടെ ഉണ്ട്. ഏകദേശം 7,50,000 പരം ആളുകൾ. ഓക്കെ, ഇതിന് ഇവരുടെ മെയിൻ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ LOC ആണ്, ലൈൻ ഓഫ് കൺട്രോൾ ആണ്. അവിടുന്ന് ഇങ്ങോട്ട് ആരും വരാതെ നോക്കുക എന്നുള്ളതാണ്. 7,50,000 ആളുകള് ഇത്രയും വലിയൊരു ചാണക്യ തന്ത്രൻ എന്നൊക്കെ പറയുന്ന ഒരാളുടെ കീഴിൽ, അത്രയും വലിയൊരു ഹോം സെക്യൂരിറ്റി വകുപ്പിന്റെ കീഴിൽ നിൽക്കുമ്പോൾ, പെഹൽഗാം എന്ന് പറയുന്നത് ഒരിക്കലും LOCയുടെ അടുത്തല്ല, ഓപ്പൺ സ്പേസ് ആണ്. അതായത് ടൂറിസ്റ്റ് സെക്യൂരിറ്റി അതായത് നമ്മൾ പോകുമ്പോ ലൈക്ക് 3 സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് ചെക്കുകൾ വരുന്നുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, അതായത് നമ്മൾ ജമ്മുവിലെ തവിയിൽ അവിടെ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ലൈക്ക് അവിടെ ഓരോ കൺട്രോൾ സ്പേസുകളുണ്ട്, ചെക്ക് പോയിന്റുകളുണ്ട്, സെക്യൂരിറ്റി ചെക്കുകളുണ്ട്. നമുക്ക് ഒരു സിം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. നമ്മുടെ നാടൻ ഇവിടുത്തെ സിം അവിടെ വർക്ക് ആവില്ല, അൺലെസ് ഇറ്റ് ഈസ് പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് സിം എടുക്കാൻ പറ്റൂല, ക്യാരി ചെയ്ത് പോകാൻ പറ്റൂല. അത്രയും സ്പോർട്സ് ഉള്ളതിൽ AK-47 പോലുള്ള അത്രയും അഡ്വാൻസ്ഡ് ഗണ്ണ്. AK-47 അവിടെ റെയിൽവേ സ്റ്റേഷനിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് AK-47 ഒന്നും ഒരു മാഗ്നറ്റിക് ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കവറപ്പ് ചെയ്യാൻ പറ്റൂല. നമുക്കൊരു നെഗമെട്ടി കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്ത് AK-47 പോലുള്ള ഒരു ഗണ്ണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലൈക്ക് പറയാൻ പറ്റാത്ത അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയുണ്ട്. പക്ഷെ ഇത് ടോട്ടലി വന്ന് അറ്റാക്ക് കഴിഞ്ഞ് ജാതി ചോദിച്ച്, മതം ചോദിച്ച്, പേര് ചോദിച്ച്, വസ്ത്രം അഴിച്ച് അറ്റാക്ക് നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ഗുരുതരമായിട്ടുള്ള സെക്യൂരിറ്റി വീഴ്ച മാത്രമാണോ, അതോ ഇതിന്റെ പിന്നിൽ ഇനിയൊരു കോൺസ്പിറസി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ, അതായത് ഈ ന്യൂസ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടത്. ലൈക്ക് ന്യൂസ് പുറത്ത് വരുന്നത് പേര് ചോദിച്ച് ആളെ കൊന്നു, കശ്മീരിൽ ടെററിസ്റ്റ് ആക്രമണം എന്നുള്ള ലെവലിലാണ് വന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അടുത്ത ഒരു സൈബർ ക്യാമ്പയിനിങ് ആയിരുന്നു, കംപ്ലീറ്റ് മുസ്ലിംസിനെതിരെയായിരുന്നു. എല്ലാ ടെററിസ്റ്റുകളും മുസ്ലിംസ് എല്ലാവരും ടെററിസ്റ്റുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലൈക്ക് ഭയങ്കര ഗുരുതരമായിട്ടുള്ള രീതിയിൽ ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് പീപ്പിളിനെ ടാർഗറ്റ് ചെയ്തിട്ട് നല്ല രീതിക്കുള്ള ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞല്ലോ, ഈ ബൈസാരം പറഞ്ഞ വാലി പറയുന്നത് പെഹൽഗാം എന്ന സ്ഥലത്ത് ഇറ്റ്സ് വെരി ഫാർ ഫ്രം ദി ലൈൻ ഓഫ് കൺട്രോൾ. ശ്രീനഗർ 200 കിലോമീറ്റർ എത്ര ദൂരമുണ്ട്. ഞാൻ പോയതാണ് ആക്ച്വലി, പെഹൽഗാം പോയതാണ്, ബൈസാറിന് എത്തിയിട്ടില്ല, പെഹൽഗാം വരെ പോയതാണ്. എത്ര ഫ്യൂ ഹാർസ് ട്രാവൽ ഉണ്ട് അവിടെ നിന്ന് ടാക്സി കയറിയിട്ട് പോകലൊക്കെ. അപ്പോൾ ഇവിടെ വേറെ ഈ പറഞ്ഞ ഈ മിലിറ്റൻസിന് എത്തിപ്പെടണമെങ്കിൽ ഇന്ത്യൻ ഇൻ്റലിജൻസിന് അറിവില്ലാതെ അതെത്താൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചോദ്യമല്ലേ. അതായത് ഇവർ അറിയാതെ ഇത്രയും ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇതിനാരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പാകിസ്ഥാനിലെ വെള്ളം കട്ട് ചെയ്യുക, പാകിസ്ഥാനിലേക്ക് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും എല്ലാവരും ജയ് ശ്രീറാം വിളിച്ച് ഭയങ്കര ഞങ്ങളുടെ മോദിജി തിരിച്ചു ചെയ്തു. എങ്ങനെയാണ് ഈ സെക്യൂരിറ്റി പിന്നെ തകർന്നത്? ഇനി പിന്നെ പാകിസ്ഥാനാണ് അവിടെ നിയന്ത്രിക്കുന്നത്, പാകിസ്ഥാൻ സർക്കാരല്ലല്ലോ ഇവിടെ നിയന്ത്രിക്കുന്നത്, ഇവിടെ കൃത്യമായ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യണം, പിന്നെ അവിടെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ സപ്പോർട്ട് തീവ്രവാദികൾക്ക് ഉണ്ട് എന്നുള്ളതിനൊന്നും യാതൊരു സംശയവും ഇല്ല. പക്ഷേ ആ സർക്കാരിന് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഈ ഒരു സിസ്റ്റത്തിനെ, ഈ ഒരു 200 കിലോമീറ്ററിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്? അതിന് ആരാണ് ഇവിടെ എപ്പോഴും ഒരു പാകിസ്ഥാൻ, നമുക്കൊരു ശത്രു രാജ്യം ഉണ്ടായാൽ മാത്രമേ നമുക്കിവിടെ വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബീഹാർ ഇലക്ഷൻ വരുന്നുണ്ട്, ആ ഇലക്ഷനിൽ നമ്മുടെ സംരക്ഷകനായിട്ടുള്ള നരേന്ദ്രമോദി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ നിൽക്കുന്ന ആളുകളാണ്. മുസ്ലിങ്ങൾ ഇവിടെ കോൺഗ്രസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന് പാകിസ്ഥാന് കൃത്യമായിട്ട് മറുപടി നൽകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുകയുള്ളൂ. അദ്ദേഹം പിന്നെ എല്ലാ കാലത്തും ഇവിടെ ഭരണത്തിൽ വേണ്ടത് നരേന്ദ്രമോദിയാണ് എന്നുള്ള ഒരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണോ, ഞാൻ അതാണ് എന്ന് പറയുന്നില്ല, ആണോ എന്ന് സംശയിക്കേണ്ട രൂപത്തിലാണ്. കാരണം എപ്പോഴും എലക്ഷൻ വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും അറ്റാക്ക് നമ്മുടെ രാജാവിനെതിരെ ജനരോഷം ഉയരുമ്പോ
അതിർത്തിയിൽ യുദ്ധം വരും. MM വിജയൻ മാഷ് പറഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ ഒരു വളരെ വളരെ ലൈക്ക് ഈ അത് പത്താൻകോട്ട് എടുക്കും. വേറെ കാര്യം നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ബീഹാറിൽ ഇലക്ഷൻ വരുന്ന കാര്യം. ഈ സമയത്ത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മുടെ പ്രധാനമന്ത്രി എവിടെ ഉണ്ടാവണ്ടേ? ഡൽഹിയിൽ ചർച്ചകൾ ഇനി മുമ്പോട്ട് എന്താ കാശ്മീരിലേക്കല്ലേ പോകണ്ടേ? അങ്ങേര് എവിടെയുള്ള അറിയോ? ബീഹാറിൽ പോയി അവിടെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിലായിരുന്നു. ബീഹാറിൽ പോയി ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പിന്നെ കാശ്മീരിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ ഫുൾ പാകിസ്ഥാനെതിരെ സംസാരിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഈ ടാർഗറ്റിങ് ഇത് വെച്ച് വോട്ട് 10 വോട്ട് നേടണം, 26 ആളെ മരിക്കേ, അതൊന്നും നമ്മുടെ ഒരു വിഷയമല്ല. ഇത് വെച്ചിട്ട് നമുക്ക് അതന്നെ കാലാകാലം പാകിസ്ഥാൻ എതിരാളികളാക്കിയിട്ട് കാശ്മീരിലെ ജനങ്ങളെ പിന്നെ അവർക്ക് എന്തു സംഭവിച്ചോട്ടെ, അവർ സമാധാനപൂർവ്വമായൊരു ജീവിതം വേണ്ട, അവരെന്ത് സംഭവിച്ചോട്ടെ, നമുക്ക് വോട്ടാണ് വലുത് എന്നുള്ള രൂപത്തിലുള്ള ഒരു മെസ്സേജാണ് BJP കൃത്യമായിട്ട് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിപക്ഷം പ്രതിപക്ഷം സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു പവറിൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം പേഴ്സണലി. പ്രതിപക്ഷം ഇത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. കാരണം നമ്മൾ മുന്നിൽ പുൽവാമ കേസിൽ അവിടെ ഗവർണറായിരുന്ന അന്നത്തെ BJP സപ്പോർട്ടറായിരുന്ന ആളുടെ ഇൻ്റർവ്യൂ, അദ്ദേഹവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഇൻ്റർവ്യൂ ഇപ്പോഴും രാഹുൽ ഗാന്ധിൻ്റെ അക്കൗണ്ടിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അന്ന് നരേന്ദ്രമോദി ഏത് രൂപത്തിലാണ് പഹൽഗാം വിഷയം നരേന്ദ്രമോദി കൈകാര്യം ചെയ്തത്, അന്ന് തീവ്രവാദികളെ അറ്റാക്ക് ചെയ്യാൻ സഹായിച്ചിരുന്ന ആളുകൾ ഇന്ന് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പാകിസ്ഥാനിലെ ആളുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആളുകൾ ഇവിടെ ഉണ്ട്. അത് പാകിസ്ഥാനും ഇന്ത്യയിലെ ആളുകളും തമ്മിലുള്ള എന്തൊരു കണക്ഷനാണ് അവിടെ പിടിച്ചെടുക്കാനും ഇവിടെ മെയിനായിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറ്റിയ ആളുകൾ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചില്ലേ, ഒരു സിംഗ് ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, അങ്ങേക്കെതിരെയുള്ള കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ തൊട്ടിട്ടാണെന്ന് അറിയാം? അഫ്സൽ ഗുരുവിന് ഓർമ്മ. ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. അഫ്സൽ ഗുരുവിനെ ഈ ടാസ്ക് ഏൽപ്പിച്ചത്, അഫ്സൽ ഗുരു ആക്ച്വലി ഇന്ത്യക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ അടുത്തുനിന്ന് ഇന്ത്യക്ക് ഇത് പാസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അഫ്സൽ ഗുരുവിന്റെ ബ്രദർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് അഫ്സൽ ഗുരുവിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് പാസ് ചെയ്യലായിരുന്നു അഫ്സൽ ഗുരു ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു കേസിൽ അഫ്സൽ ഗുരുവിനോട് ഒരു ടാസ്ക് ഏൽപ്പിച്ചതാണ് അവിടുത്തെ ഒരു പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. ഡൽഹിയിലേക്ക് 4 പേര് വരുന്നുണ്ട്, ഒന്നാക്കി കൊടുക്കുക എന്നുള്ള ലെവലിൽ. അവരോട് ഇങ്ങേരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണെന്നാണ്. അവർ പോയിട്ടാണ് പാർലമെന്റ് ആക്രമിച്ചത്. അന്ന് ഇങ്ങേര് അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, ACPO, അങ്ങനെ മോശമല്ലാത്തൊരു റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. കേസ് തേഞ്ഞു മാഞ്ഞു പോയി. ഇങ്ങേര് ഇത് കോടതിയിൽ 2-3 വട്ടം പറഞ്ഞു, പക്ഷെ പ്രൂവ് ചെയ്യാൻ ഒബിയസ്ലി ആൾക്ക് പ്രൂഫോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആൾക്ക് ജസ്റ്റ് വാക്കുകളാൽ ഉള്ളൊരു സംഭവമുള്ളൂ. അത് കോടതിയിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇങ്ങേരുടെ മൊഴി കോടതിയിൽ രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, അടുത്തത് പുൽവാമ അറ്റാക്കോ പത്താൻകോട്ട് അറ്റാക്കോ ഉണ്ടാകുന്ന സമയത്ത് അതേ സ്ഥലത്ത് പോലീസ് മേധാവിയായിട്ടുണ്ടായിരുന്നത് ഇതേ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ അന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് എവിടെയാണ്? എല്ലാവരും തലപ്പത്തുണ്ട്, എവിടെയും പോയിട്ടില്ല. ഇന്നും എല്ലാവരും ആക്റ്റീവാണ്, തലപ്പത്തുണ്ട്. സംഭവം നമ്മുടെ LOCയുടെ അപ്പുറത്തുമാണ് പാകിസ്ഥാൻ്റെ ബോർഡർ വരുന്നത്. ലൈൻ ഓഫ് കൺട്രോൾ ആക്ച്വലി നമ്മുടെ കശ്മീർ, നമ്മൾ കാണുന്ന മാപ്പിലുള്ള കശ്മീരൊന്നും നമുക്ക് ആർക്കും ഫ്രീ ആയിട്ട് പോയി കാണാനോ അത്രയും സെക്യൂരിറ്റി ഇതിലോ പോകാനോ ഒന്നും പറ്റൂല. അവിടെ ഈ LOC എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കശ്മീരിനെ പറ്റിയിട്ടാണ്. അവിടുന്ന് 100-300 കിലോമീറ്റർ വീണ്ടും അപ്പുറത്താണ് ബോർഡർ ഉള്ളത്. അവിടുന്ന് അതായത് ബോർഡറിന് ഏകദേശം ഒരു 500-600 കിലോമീറ്റർ ഉള്ളിൽ വന്നിട്ടാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത്. അപ്പം നമുക്കൊക്കെ സാധാരണക്കാർക്കൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ പാകിസ്ഥാനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതോ നമ്മൾ ടാക്സ് അടക്കുന്ന നമ്മളുടെ രാജ്യത്തിൻ്റെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണോ? ഇനിയിപ്പോൾ പറയുമ്പോൾ പറയും ഈ മുസ്ലിം അല്ല എൻ്റെ പ്രധാനമന്ത്രിയാണോ എന്ന് ചോദിക്കും. ഒബ്വിയസ്ലി ഞാനൊരു ഇന്ത്യക്കാരനല്ലേ, ഇനിയൊരു ഇന്ത്യക്കാരനല്ലേ. സംഭവം നടക്കാൻ പാടില്ലാത്ത തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് തീവ്രവാദി ആക്രമണം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ട ശിക്ഷയും കാര്യങ്ങളും നൽകണം. പക്ഷെ അപ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളും എത്തണം.
ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ളതാണ് ആദ്യമായിട്ട് സംഭവിക്കേണ്ടത്. ഇവിടെ ഇത്രയും വലിയ മിലിറ്ററി നമുക്ക് സിസ്റ്റം ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് പിന്നെ പാകിസ്ഥാൻ്റെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും ഒരു 5ാം സ്ഥാനത്ത് എടുത്തു കഴിഞ്ഞാൽ 4ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം. അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യത്ത് ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആ രാജ്യത്തെ നമ്മൾ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കണം എന്നുള്ളതുണ്ട്. എങ്കിൽ പോലും ഇവിടെ ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആരാണ് എപ്പോഴും ഇവിടെ തീവ്രവാദികൾ ആരാണ് സഹായിക്കുന്നത്, പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ആരാണ് സഹായിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്നത് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തിടത്തോളം കാലം എലക്ഷനുകൾ സംഭവിക്കുന്ന സമയത്ത്, ഈ സർക്കാരിന് എന്തെങ്കിലും പ്രോബ്ലം നടക്കുന്ന സമയത്ത്, സമാധാനപൂർവമായ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരും. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ആരാണ് നമ്മുടെ രാജ്യത്ത് ഇരുന്നിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവിടെ ജനങ്ങളെ പേരൊക്കെയാണ് അവർ പറയുന്നത്, ഇത് പിന്നെ ജനങ്ങളെ സപ്പോർട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആളുകളെ പുറത്തു പറയട്ടെ ആരാണ് എന്നുള്ളത്. ജനങ്ങളുടെ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ലീക്കേജ് ഉണ്ടായിരുന്നല്ലോ, അറൗണ്ട് ഒരു 25 ആളുകളുടെ പേര് വിത്ത് ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെയും അതേപോലെ ഇന്നർ ഡീറ്റെയിൽസ് ഇല്ലേ, അത് പല രീതിയിൽ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് എവിടെയൊക്കെ ലൊക്കേറ്റഡ്, എങ്ങനെയൊക്കെ ലൊക്കേറ്റഡ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സെക്യൂരിറ്റി റീസൺസ് നടക്കാൻ ചാൻസസ് ഉള്ള ഡീറ്റെയിൽസ് പാകിസ്ഥാനിലോട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനി ഉദ്യോഗസ്ഥരുടെ കയ്യിലോട്ട് 5000 രൂപയ്ക്ക് വേണ്ടിയിട്ടും ഒരു ഹണി ട്രാപ്പിന്റെ പേരിലും $35 പേരിലും മലയാളികൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് പാകിസ്ഥാനിലോട്ട് പോകാൻ പറയുന്ന ഒരു പ്രത്യേക തരം ജനതകളുണ്ട്. ഓക്കെ, അവരിൽപ്പെട്ട 15-ൽ കൂടുതൽ ആളുകളാണ് ആ ലിസ്റ്റിലുള്ളത്. ഇതെങ്ങാനും നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ. അതുമാത്രമല്ല, ഓക്കെ സംഭവം നടന്നു, കശ്മീരിൽ വെച്ചിട്ടാണ് നടന്നത്. കശ്മീരികളല്ല ചെയ്തത്, പാകിസ്ഥാനികളാണ് ചെയ്തത്. 3 പാകിസ്ഥാനികൾ ഉള്ളിൽ വന്ന്, അല്ലെങ്കിൽ 3 പാകിസ്ഥാനി ബന്ധമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനോട് ബന്ധപ്പെട്ടിട്ടുള്ള ലഷ്കർ-ഇ തയ്യബയുടെ കീഴിലുള്ള ടീമുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടത്തിയിട്ടുള്ളത്. അതിനെതിരെ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കെതിരെ പ്രതികരിക്കേണ്ടത്? കാശ്മീരി സ്റ്റുഡൻസിനെതിരെയാണോ? ആണോ? കാശ്മീരി സ്റ്റുഡൻസിനെതിരെ ഡൽഹിയിൽ, മീററ്റിൽ, ലൈക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലും, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന കാശ്മീരി സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് നടക്കുന്നുണ്ട്. കാശ്മീരി സ്റ്റുഡൻസിന് മാത്രമല്ല, മുസ്ലിംസ് ഇൻ ജനറൽ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും കാശ്മീരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വരുമ്പോൾ ഇന്ത്യൻ മുസ്ലിംസ് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി പോയി എടുക്കുകയാണ്. ദേ ആർ ട്രൈങ് ടു പ്രൂവ് ദെയർ ലോയൽറ്റി ടു ഇന്ത്യൻ ഗവൺമെന്റ് ഓർ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് തെളിവ്. ഇത് അവരുടെ ഒരു ഇതാണോ? നമ്മളെല്ലാവരും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് അല്ലേ? ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമാണോ? ഈ ഒരു ഇഷ്യൂ വന്നിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് എന്താ പ്രതികരിക്കാത്തത്? നിങ്ങളുടെ സ്റ്റാൻഡ് എന്താന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടില്ല, പക്ഷെ എന്റെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒബ്വിയസ്ലി ഞാൻ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയിൽ നടക്കുന്നത് ജനോസൈഡാണ്, സുഡാനിൽ നടക്കുന്നത് ജനോസൈഡാണ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഇവിടെ നടന്നതും തെണ്ടിത്തരാണെന്നുള്ളത് ഓൾറെഡി ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കവേ ഓക്കെ ആ ജവാന്റെ ഭാര്യ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനെ പറ്റിയിട്ടും ഒക്കെ ഞാൻ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ആരെടുത്തും എൻ്റെ പാട്രിയോട്ടിസം കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിനെ പറ്റി സംസാരിക്കണമെന്ന് വിചാരിച്ചാണ്. എനിക്കൊരു രാജ്യസ്നേഹി സർട്ടിഫിക്കറ്റ് വേണം. അത് ശരിയാണ്. യു പിയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും മറ്റു സ്റ്റേറ്റുകളിലാണെങ്കിലും അവിടെ മുസ്ലിങ്ങളെ പല ആളുകളും അറ്റാക്ക് ചെയ്യുന്നു, പല പാർട്ടിക്കാരെ അറ്റാക്ക് ചെയ്യുന്നു. അതിനകത്ത് പിന്നെ ഹിന്ദു ലീഡേഴ്സ് അല്ലെങ്കിൽ ഹിന്ദു സന്യാസിമാർ അയ്യോ ഞങ്ങൾ യുദ്ധത്തിനെതിരെയാണ്, ഞങ്ങളിതിനെതിരെയാണ്, ക്ഷമിക്കണം, അല്ലെങ്കിൽ ആ നാട്ടിലത്തെ ആളുകൾ മൊത്തത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരണം, അത് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് തിരിച്ച് സംഭവിക്കുന്ന സമയത്ത് ഇവിടുത്തെ തങ്ങള്, ഇവിടുത്തെ ഇസ്ലാമിക് ലീഡേഴ്സ് എല്ലാ ആളുകളും എന്ത് ചെയ്യണം, അവര് ഞങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരാണ് എന്നുള്ളത് ആളുകളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം നിലവിലെത്തിയിട്ടുണ്ട്. മറ്റു ആളുകൾക്ക് എന്തില്ല, ഇപ്പോൾ മണിപ്പൂരിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലീഡേഴ്സിനോ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ
ആ ഒരു തീവ്രവാദികളെ മാത്രം അറ്റാക്ക് ചെയ്യുമ്പം, അല്ലെങ്കിൽ ആ തീവ്രവാദികൾക്കെതിരെ മാത്രം സംസാരിക്കുമ്പം, മറിച്ച് ഇവിടെ ഒരു പിന്നെ ടെററിസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ആ കാശ്മീരികൾ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ലീഡേഴ്സ് പറയുകയാണ് ഞങ്ങൾ തീവ്രവാദത്തിന് അപ്പോഴേക്ക് എതിരാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ക്ലിയർ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഇതിനെതിരെയാണ്, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കാൻ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് വന്നിട്ടില്ല മെസ്സേജ്, നിങ്ങൾ പാലസ്തീനെ ഭയങ്കര സപ്പോർട്ട്, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു, നിങ്ങൾ സ്റ്റോറി ഇടാത്ത എന്താണ്, നിങ്ങൾ സ്റ്റോറി ഇടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, ഇവിടെ കുറേ ഇന്ത്യക്കാർ ഇവിടെ അടിച്ചു കൊല്ലുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇതിൻ്റെ പിന്നെ കഴിഞ്ഞ മാസങ്ങളിൽ പോലും എത്ര ആളുകൾ, ഗുജറാത്തിലൊക്കെ എത്ര ആളുകൾ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡൽഹിയിൽ എത്ര ആളുകളുടെ വീടും ദർഗാസൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റോറി ഇട്ടില്ല എന്ന് പറയും, നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ആ ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ മതേതരത്വം നമ്മളിങ്ങനെ നെഞ്ചിലിങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു ഞാൻ മതേതരനാണ്, ഞാനിവിടെ ഇന്ത്യക്കാരനാണ് എന്നുള്ളത് പിന്നെ കാണിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ മുസ്ലിംസ് ലെവലെത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വേറൊരു സംഭവമാണ്, അതായത് എനിക്ക് കുറച്ച് നോർത്ത് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഞാൻ രാജസ്ഥാനിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്, അവിടെ ചെറിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് നമ്മൾ വഴിയിൽ നിന്ന് കാണുന്നു, സംസാരിക്കുന്നു, കമ്പനി ആവുന്നു, ഒരു 10 മിനിറ്റ് ബോയ്സ് അല്ലേ ഒബ്വിയസ്ലി, ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, സംസാരിക്കുന്നു. ഞാൻ അവിടെ എന്താ പറയുക, പല ലങ്കാറുകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. യാത്രകളുടെ ഭാഗമാകുമ്പോൾ ചിലവ് ചുരുക്കം എന്നുള്ള ഭാഗത്തിൽ തന്നെ വാം വെൽക്കം ചെയ്തവരുണ്ട്, കല്ലെടുത്ത് എറിയാൻ നോക്കിയവരുണ്ട്. അല്ലല്ല കശ്മീർസ് അല്ല, ടോട്ടലി ഒരിക്കൽ ഞങ്ങൾ പഞ്ചാബിൽ പോയിട്ട് ഒരു ഇതില്ല കേട്ടോ, നമ്മുടെ ഭാഗത്ത് പൂർണ്ണമായ തെറ്റുണ്ട് അവിടെ. അവർക്ക് നമ്മള് ഹൗലിൽ കയറി ഒതു കൊടുത്തിട്ട് കയറുന്ന പോലെ അവർക്ക് ഗുരുദ്വാരകളുടെ ഫ്രണ്ടില് ലൈക്ക് സ്നാനം ചെയ്യാൻ വേണ്ടിട്ട്, ലൈക്ക് അത് അവർക്ക് ഒരു റിലീജിയസ് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അതേപോലെ അവിടെ പോയിട്ട് വെള്ളം കുടിച്ച്, ഈ വെള്ളം അവര് ആക്ച്വലി അവർക്ക് അത് ഉലു ചെയ്യുന്ന പോലെ, നമ്മൾ ഉലു ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. നമുക്കറിയില്ലായിരുന്നു. നമ്മളിവിടെ പോയിട്ട് ലൈക്ക് അത് കണ്ടോക്കുമ്പോ മുഖം കൈകി കുപ്പിളിച്ച് വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോ നമ്മളിങ്ങനെ ഓടിച്ച്. നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്. എന്തിനായിരുന്നു ആ വെള്ളം അത്ര വിശുദ്ധമായിരുന്നു? മറ്റേ ഹോളി വാട്ടർ ആണ്, അതായത് ഉലു ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള വെള്ളമാണ്. അപ്പോ ലൈക്ക് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും എക്സ്പോസ്ഡ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, എല്ലാ കൾച്ചറിലേക്കും അത്രയും സബ്മർജ് ചെയ്തിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെ പോയാലും ലൈക്ക് ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പീപ്പിൾ അവരെ എന്തും ചെയ്യാം, അല്ലെങ്കിൽ അവരെ എത്ര വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാം. മുസ്ലിംസ് മാത്രമൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഹിന്ദുസിൻ്റെ ഇടയിലും ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഹിന്ദു കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് വേറൊരു ആളുകളെ എന്തും ചെയ്യാം, എന്തും പറയാം, അത് ഞങ്ങളുടെ അവകാശമാണ്. നേരെ മറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ടീം ഇതിനെ ജസ്റ്റിഫൈ ചെയ്യണം, അതിനെ ന്യായീകരിക്കണം, അതിനെ സപ്പോർട്ട്, ഞങ്ങൾ ഇതിനൊന്നും അല്ല എന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം. അത് നല്ല അധികമായിട്ട് കാണുന്നുണ്ട്. ഇനി വീണ്ടും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഞാനിങ്ങനെ കണ്ട് പരിചയപ്പെട്ട നോർത്ത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഹിന്ദി ഭാഷാധാരികളായിട്ടുള്ള ഫ്രണ്ട്സ്, അവരിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ഇനിയും നിങ്ങൾക്ക് സെക്യുലറിസം വേണം, ഇനിയും നിങ്ങൾ ലെഫ്റ്റിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ഇനി നിങ്ങൾക്ക് ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് കിട്ടിയതൊന്നും മതിയായില്ലേ, ആ ഒരു ലെവലിലുള്ള ടോക്ക് കുറച്ചധികമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. കാരണം സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന നമുക്ക് കിട്ടുന്ന റൈറ്റ്സുകളിൽ ഒന്നാണ്. അതായത് ഏത് ജാതി വേണമെങ്കിലും ഏത് മതം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പിന്തുടരാം, ആരും ബേസ് ഇല്ല, എല്ലാവർക്കും അവരുടേതായ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യാം എന്നുള്ള ഒരു റൈറ്റ് നമുക്ക് അവിടെ നിലനിൽക്കവേ, ഇപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർലമെൻ്ററി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്യുലറിസം ആണ്. നമ്മളുടെ അടിയന്തരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടേമാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ ചോദ്യം, ഇവർ പറയുന്നത് സെക്യുലറിസം നടക്കുന്ന ഒരു കാര്യമല്ല എന്ന രീതിയിലല്ല അവർ പറയുന്നത്. അല്ല, സെക്യുലറിസം കാരണമാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതും. ഓക്കെ, ഇഫ് നോട്ട് സെക്യുലറിസം ദെൻ വാട്ട്? ഒബ്വിയസ്ലി അവരുടെ അജണ്ട എന്താണ്? ഹിന്ദു രാഷ്ട്ര എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹിന്ദുത്വ എന്ന്, അതായത് എല്ലാറ്റിനും എക്സ്ട്രീംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മുസ്ലിംസിൻ്റെ ഇടയിൽ തന്നെ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, തീവ്രമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, തീവ്രമായിട്ട് വാദിക്കുന്നവരുണ്ട്, അതിന് ആക്ഷൻ എടുക്കുന്നവരുണ്ട്. അതേപോലെ ഹിന്ദു ടീമുകളിലും ഇതേപോലെ ഹിന്ദു ഐക്യം വേണം,
പിന്നെ ഹിന്ദുക്കളൊരു ടീം ആവാന്നുള്ളതാണ് ബാക്കി. എന്നിട്ട് നമ്മൾ ഇത് ഒരിക്കലും നോർമൽ അവർക്ക് നൽകേണ്ടിയൊക്കെ നൽകി കഴിഞ്ഞു. അവർ വേണേൽ അവരുടെ പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ പോയിക്കോട്ടെ എന്നുള്ളൊരു സാധനം അതല്ലേ ആഷിഫ് ഉദ്ദേശിച്ചത്. അതാണ് ഈ ഹിന്ദുത്വ എന്നുള്ളൊരു സംഭവം കൊണ്ട്. അതായത് ഒരിക്കലും So, ഇന്ത്യയില് ഐഡിയോളജിയും നമ്മൾ പറയില്ലേ, അതായത് ടെററിസം ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഇസ്ലാം നമ്മൾ പറയുന്നില്ലേ, വൈ? നമ്മുടെ ടെക്സ്റ്റുകളിലും നമ്മുടെ ടീച്ചിങ്ങിലും ഇല്ലാത്തൊരു സംഭവമാണിത് ഒബിയസ്ലി അല്ലേ. ഇതേപോലെ ഹിന്ദുത്വം നോർമൽ ഹിന്ദു റിലീജിയനും ഹിന്ദുവിസം അവരുടെ ലൈക്ക് ഐഡിയോളജീസും തമ്മിൽ ഒരു ബന്ധമില്ല. ഓക്കെ, ലൈക്ക് പേരിൽ മാത്രം ഹിന്ദുത്വ എന്നുണ്ട് എന്നുണ്ടെങ്കിലും നോർമൽ ഹിന്ദു റിലീജിയനെ വെച്ചിട്ടോ ഹിന്ദു ഫിലോസഫി ഐഡിയോളജി വെച്ചിട്ടോ ഒരു ബന്ധമില്ല. അതാണ് മനുവാദം, അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സാധനത്തിൽ നിന്നൊക്കെയാണ് ഹിന്ദുത്വ എന്നല്ലെങ്കിൽ സവർക്കറിന്റെ പുസ്തകം അല്ലെങ്കിൽ ഗോൾവാൾക്കറിന്റെ പുസ്തകം അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മുടെ ഇസ്ലാമിൽ തന്നെ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമികളുണ്ട്. അപ്പം അവർ ഈ എന്താണ് നമ്മുടെ ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇവർ ആളുകളെ കൊല്ലുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹിന്ദുസിലും തീവ്രമായിട്ടുള്ള ആളുകളുണ്ടാവും. അവർ എന്താണ് ഇൻജക്ട് ചെയ്യുന്നത് മറ്റു മതസ്ഥര് അല്ലെങ്കിൽ നമ്മുടെ ഇതിനെതിരായിട്ടുള്ള ആളുകൾ, അതായത് അപരമതസ്ഥർ മുതലേ കമ്മ്യൂണിസ്റ്റുകളും വരുന്നുണ്ട്. അപരമതം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ക്രിസ്ത്യൻസും നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിംസും പുറത്തുനിന്ന് വന്നതാണ്. സിഖൊക്കെ അവർ ഹിന്ദുസിൽ തന്നെ പെട്ടതാണ് തോന്നുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവർ ഹിന്ദു ആയിട്ട് കാണുന്നില്ല ആയിരിക്കും. എനിക്ക് കറക്റ്റ് അതിനെ പറ്റിയിട്ട് വലിയ അറിവില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും മറ്റു ബുദ്ധിസ്റ്റ് ഒക്കെ അവരുടെ ജൈനൊക്കെ അവരുടെ ഹിന്ദു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കണം. നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിക്കോട്ടെ, ഇവിടെ നിന്നോട്ടെ. ഇവരുടെ അവർ വോട്ട് ചെയ്യാൻ പറ്റൂല, പഠിക്കാൻ പറ്റൂല, അവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു അടിമകളൊക്കെ പോലെ നിന്നോട്ടെ എന്നുള്ളൊരു സംഭവമാണ് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന കാര്യം. അങ്ങനെയാണ് ഇവരുടെ ഒരു വ്യൂ ഫോർ അതെ. അവർ ചില ആൾക്കാർ അത് കൃത്യമായിട്ട് പറയും. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനൊക്കെ പോലത്തെ ആൾക്കാർ അത് കൃത്യമായിട്ട് പറയും. അവരൊക്കെ എല്ലാ ജനുവരി 30-നും ഗാന്ധിജീൻ്റെ ഇതുണ്ടാക്കിയിട്ട് വെടിവെക്കും. ഗോഡ്സേനെ പോയിട്ട് മാലയിടും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ. പ്രഗ്യാ സിംഗ് ഠാക്കൂർ MP ആട്ടോ നമ്മുടെ രാജ്യത്ത്, ആലോചിച്ചോക്ക്. അപ്പം പ്രഗ്യാ സിംഗ് ഠാക്കൂർ MP ആണ് നമ്മുടെ രാജ്യത്ത്. അതിനെതിരെ ആരും സംസാരിക്കില്ല. അവർക്ക് അതിനുള്ള അത്തരം ചിന്തയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ആ ആളുകളാണ് ഇപ്പോഴും മുസ്ലിങ്ങളുടെ പള്ളികൾ അടിച്ചു പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സമരം ചെയ്യുമ്പോഴേക്ക്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ സമരം ചെയ്ത ഒരുപാട് പാലസ്തീൻ അനുകൂലമായിട്ട് സമരം ചെയ്ത നമ്മുടെ ഇതിനെതിരെ സമരം ചെയ്ത വഖഫ് വിഷയത്തിൽ സമരം ചെയ്ത ഒരുപാട് ആൾക്കാരുടെ വീടൊക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞു. അപ്പം നിലവിലെ സ്ഥിതി അതാണ്. ഇനി എനിക്ക് കാണാവുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് എമ്പുരാൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഡിസ്കസ് ചെയ്ത എമ്പുരാൻ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഈ പഹൽഗാമിൽ ബോംബ് പൊട്ടിയ സമയത്ത് തന്നെ നമ്മുടെ ഷൂട്ട് ഔട്ട് നടന്ന സമയത്ത് തന്നെ തീവ്രവാദി ആക്രമണം നടന്നപ്പോൾ തന്നെ നമ്മുടെ മോഹൻലാൽ എന്താക്കി, ട്വിറ്ററിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഞെട്ടൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അടിയിൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ നോർത്ത് നിന്നുള്ള ആളുകൾ പോലും വലിയ രീതിയിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് പോലും അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതേപോലെ ഇവിടെ നിങ്ങൾ സിനിമയിൽ കാണിച്ച എന്ത് മസൂദ്, സയ്യിദ് മസൂദിനെ പോലെയുള്ള ആളുകളെ കണ്ടിട്ടാണ് ഇവിടുത്തെ പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇവിടെ വന്നിട്ട് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത് എന്നുള്ള രൂപത്തിൽ മോഹൻലാൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അറ്റാക്ക്. പൃഥ്വിരാജ് സംസാരിച്ചിരുന്നു. കുറേ ആൾക്കാർ സംസാരിക്കുന്നില്ല. ഇവരൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്.
ഇവിടുത്തെ സെലിബ്രിറ്റീസ് പോലും ഒരു 2014 ശേഷം നിർബന്ധിതാവസ്ഥയാണ്. സെലിബ്രിറ്റീസ് ഞങ്ങൾ പോസ്റ്റ് ഇടണം, നമ്മൾ ഏത് പോസ്റ്റ് ഇടണം ഇതിനെതിരെ സംസാരിക്കണം കേട്ടോ, ഞാൻ അതിനെ എതിർക്കുകയല്ല. പക്ഷേ ഒരു പിന്നെ നിർബന്ധിതാവസ്ഥയിലൂടെ അവർ സ്റ്റോറി ഇട്ടേ അടങ്ങുള്ളൂ. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ സിനിമ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടേതായ മനസ്സ് ഇപ്പോൾ ഏത് രൂപ, അതൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടേ അടങ്ങുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ജിഹാദി സപ്പോർട്ടറാണ് എന്നുള്ള രൂപത്തിൽ. ഇപ്പോൾ ഒരു വെടിവെപ്പ് നടന്നത് ഇപ്പോൾ അറിയാത്ത ആളുകളുടെ വേറെ പിന്നെ സ്ഥലത്തൊക്കെ ആളുകൾ, ഇപ്പം മോഹൻലാൽ നിലവിൽ കേരളത്തിലല്ല ഉള്ളത്, മോഹൻലാൽ അപ്പത്തിന് പോസ്റ്റ് ഇട്ടു. ഞാൻ പറഞ്ഞു അതേപോലെ ഷൂട്ടിങ്ങിനും മറ്റുമൊക്കെ തിരക്കിലുള്ള ആളുകളുടെ പുറം ലോകമായിട്ട് വലിയ ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും നിങ്ങൾ ജിഹാദിയാണ്, നിങ്ങൾ ജിഹാദി സപ്പോർട്ടറാണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് മാറിയിട്ടുണ്ട്. അതിന് മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിനെ രണ്ടും ഞാൻ ഒരുപോലെ കാണല്ല. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെതിരെ മിണ്ടാതിരിക്കുമ്പം ഏതെങ്കിലും ആളുകൾ പോയിട്ട് നിങ്ങൾ സിനിമാ നടന്മാരെ പോയിട്ട് നിങ്ങൾ ഹിന്ദുത്വവാദിയാണ്, നിങ്ങൾ ഹിന്ദു സപ്പോർട്ടറാണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നേരെ തിരിച്ചാവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അവിടെ ആക്ടേഴ്സൊക്കെ എന്താക്കേണ്ടതുണ്ട്, ഞങ്ങൾ ഇതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ജനാധിപത്യത്തിൻ്റെ പുറത്താവുമോ എന്നുള്ള പേടിപ്പെടുത്താൻ ഹിന്ദുത്വവാദികൾക്ക് നിലവിലെ സ്ഥിതിയിൽ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ഭയപ്പെടുത്താൻ, ഇന്ത്യയിലെ സെലിബ്രിറ്റീസിനെ ഭയപ്പെടുത്താൻ നിലവിലെ സ്ഥിതിയിൽ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അതിൻ്റെ മെയിൻ സംഭവം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ നിലനിൽപ്പിനെ അത് ചൂഷണം ചെയ്യും. ആ ഒരു പേടിയുള്ളതിനെ കൊണ്ടാണ് അവരതിനോട് കീഴ്പ്പെട്ടു പോകുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതെ അതെ. അതേപോലെ ഒക്കെ സഹിക്കാം. ഈ പറയുന്ന ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ട് ചോദ്യം ചെയ്യുന്നത് ആരൊക്കെയാണെന്നറിയോ? ഓക്കെ, മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണലാണ്, സിനിമ നടനാണ്, നല്ല രീതിക്ക് നമ്മുടെ എക്കോണമിക്ക് ഇതാക്കുന്നുണ്ട്. മോഹൻലാൽ ഒരു സിനിമാ നടനാണെന്ന് വിചാരിക്കാം. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ പോയി ഗോൾഡ് നേടിയിട്ടുള്ള നീരജ് ചോപ്രയുടെ അവസ്ഥ എന്താ? അതായത് അദ്ദേഹത്തിൻ്റെ ഒരു യൗവന കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കാലം കംപ്ലീറ്റ്ലി അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു, പോയി മെഡലടിച്ചു. ചെറിയ മെഡലൊന്നുമല്ല, ഗോൾഡ് മെഡൽ അടിച്ചു. ഇന്ത്യക്ക് ഇപ്പോഴും 10 താഴെ ആൾക്കാർക്കുള്ളൂ ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽസ്. അതിലൊരാളാണ് നീരജ് ചോപ്ര. അതിൻ്റെ ശേഷം ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഒളിമ്പിക്സിൽ വീണ്ടും സിൽവർ അടിച്ചു. പാകിസ്ഥാൻ്റെ ഒരു വസീമല്ല അർഷദ് ലൈക്ക് ആ ഒരു ആളോടാണ് അവർ സെക്കൻഡ് ആയിട്ടുള്ളത്. നദീം അർഷദ്, യെസ് അങ്ങനെ അങ്ങേരോട് മാത്രമാണ് സെക്കൻഡ് ആയിട്ടുള്ളൂ. അതായത് ആ ഒരു ആളോട് പോലും ഒരു അടുത്തൊരു ടൂർണമെന്റ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഒരു ടൂർണമെന്റ് ഉണ്ട്, കോമൺവെൽത്തോ അങ്ങനെ എന്തോ ഒരു ഗെയിം വരുന്നുണ്ട്. അവന് ക്ഷണിച്ചിട്ട് നീരജിന്റെ അമ്മ ഒരു പ്രസ്താവന, ജസ്റ്റ് 2 days before the attack, right? അമ്മമാരല്ലേ ഒബ്വിയസ്ലി. ഇപ്പോ നമ്മളും കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ പോയിട്ട് എന്നെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം നിങ്ങളുടെ ഉമ്മ എന്ത് പറയും? ഫോണിൽ സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വട്ടം ഫൈൻ്റെ കൂടെ കിട്ടുക പറയില്ലേ? തീർച്ചയായിട്ടും പറയില്ലേ? ഒബ്വിയസ്ലി നമ്മുടെ വീട്ടിൽ എല്ലാവരും നടക്കുന്ന അത് നമ്മുടെ ടു ബി ഹോണസ്റ്റ് അതൊരു ഇന്ത്യൻ കൾച്ചറും കൂടിയാണ്. ഈ വഴിക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് ഒന്ന് കേറിട്ടാ അല്ലേ? ആ ഒരു സംഭവം അങ്ങനെ പറഞ്ഞതിനെ ഇവര് നേരെ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ നീരജിന്റെ അമ്മയ്ക്കെതിരെ നീരജിനെതിരെ നടന്നിട്ടുള്ള ക്യാമ്പയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും കൂടി അത് കണ്ടിട്ടുണ്ട്. അതായത് എന്റെ അഭിപ്രായത്തില് ഇവർക്ക് ഹിന്ദുവാണോ മുസ്ലിം ആണോ ഒന്നുമില്ല, അവര് തലച്ചോറ് പുറത്ത് വെച്ചിട്ടാണ് കീബോർഡ് മേലെ ടൈപ്പ് ചെയ്യുന്നത് എന്റെ ഒരു അഭിപ്രായം. അവരുടെ അജണ്ട ലൈക്ക് ഇപ്പൊ എനിക്ക് എന്റെ അജണ്ട ഉണ്ട്, എന്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് ഈ നിന്നിട്ടില്ലേ, ഇന്ന് നിന്നു നാളെ നിന്നിട്ടില്ലേ, ഞാൻ നിന്നെ വീണ്ടും പറയും. മറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും ക്ഷയിക്കേണ്ടി വരും. പോയോ വീണ്ടും തെറി പറയും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇടി വീട്ടിലേക്ക് വരും. നമ്മുടെ ഗോകുലം സാറിനൊക്കെ പോലെയുള്ള ആളുകളുടെ ഒക്കെ വീട്ടിലേക്ക് വന്ന പോലെ, പൃഥ്വിരാജിന്റെ ഒക്കെ വീട്ടിലേക്ക് വന്ന പോലെ അതെ അവരിട്ടിട്ട് തിരിപ്പിക്കുക വന്ന് നിങ്ങൾ ബിസിനസ് എന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്ന് പോയി കുറച്ച് പൈസയൊക്കെ തന്ന് ആ രൂപത്തിലേക്ക് മാറുമെന്നുള്ള. അതെ അതെ. ഇപ്പൊ കാണുന്ന ഈ ഒരു സൈബർ അറ്റാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ഡിസ്ഗസ്റ്റിംഗ് പാർട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ അഗേൻസ്റ്റ് ഹൂഎവർ.
അതായത് എതിരെ പറയണ്ട, സൈലന്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വരെ പ്രശ്നമാവുന്ന ഒരു സംഭവമാണ്. അതെ 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 അതെ. അതായത് നമുക്ക് നമ്മളുടെ ചോയ്സ് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത്. അതായത് സംഭവം ശരിയാണ്, എല്ലാവർക്കും ഫ്രീ സ്പീച്ച് ഉണ്ട്. അതെ, പക്ഷെ ചില ആൾക്കാർ ഫ്രീ സ്പീച്ച് ആണ്, എന്നെ കൂടി ഒന്ന് പരിഗണിച്ചിട്ട് ഈ ഫ്രീ സ്പീച്ച് പറഞ്ഞാൽ മതി. വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു നടി ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അവരെ പടം ഇറങ്ങിയിട്ടില്ല, നമ്മുടെ ബാഹുബലിയിലെ ആക്ടറില്ലേ, അവരുടെ കൂടെ നെക്സ്റ്റ് മൂവി അങ്ങനെ എന്തോ ആയിരുന്നു അവരുടെ സെറ്റായിട്ടുള്ളത്. ദർ ആക്ച്വലി ഇന്ത്യൻ പാകിസ്ഥാനിയാണ്. അല്ല, ഇന്ത്യൻ പാകിസ്ഥാനി, ഹാനിയ ഇതല്ല. ഇന്ത്യൻ പാകിസ്ഥാനി എന്ന് പറഞ്ഞാല് പാരൻസ് ഒരാൾ ഇന്ത്യനും ഒരാൾ പാകിസ്ഥാനിയുമാണ്. ദർ റൈറ്റ് നൗ ഇന്ത്യൻ അമേരിക്കൻ എന്ന രീതിയിലാണ് അവർ പോർട്രേ ചെയ്യുന്നത് ഓൺലൈൻ. കാരണം അവർ പാകിസ്ഥാനി എന്ന രീതിയിൽ അവർ പുറത്ത് പറയുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റി, ഇമാനാണെന്നും തോന്നുന്നു, ഇമാൻ ആണ് പേരെന്ന് തോന്നുന്നു. അവരെന്ത് തെറ്റ് ചെയ്തു അവരെ പാരൻസിൽ ഒരാൾ പാകിസ്ഥാനി ആയത്? അവർ ഇവിടെ ഇന്ത്യയിലുണ്ടായത്, ഇപ്പോൾ പുറത്താണോ അറിയില്ല, ഒരു മൂവീൻ്റെ ആക്സെപ്റ്റ് ചെയ്തു റോള് ചെയ്യാൻ അവർക്ക് ആ ഒരു പാരന്റ് പാകിസ്ഥാനി ആയതുകൊണ്ട് അവർക്കെതിരെ ഹിറ്റ് ക്യാമ്പയിൻ. അവരുടെ ലീഡേഴ്സ്, ഇപ്പം ഹിന്ദുത്വ ലീഡേഴ്സിൻ്റെ ഒക്കെ എത്രയോ ആളുകൾ പാരൻസും ഒക്കെ പാകിസ്ഥാനിലുണ്ട്. ഇപ്പോൾ LK അദ്വാനീൻ്റെ നാട് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ LK അദ്വാനിയാണല്ലോ അവർക്ക് ഇവിടെ ഭരണത്തിലേക്ക് എത്താനുള്ള എല്ലാവിധ സഹായവും ചെയ്തിരുന്ന ഒരാളാണല്ലോ LK അദ്വാനി. എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു അറിവിൽ അദ്ദേഹത്തിൻ്റെ തറവാട് എന്ന് പറയുന്നത് ലാഹോറിലാണ്. അപ്പം പണ്ട് നമ്മുടെ ഇന്ത്യയിലായിരുന്നു ഇതൊക്കെ. അപ്പം ഇത് പിന്നെ ഞാൻ പറഞ്ഞ സാധനം അതാണ്. ഇവിടെ വേറെ കാര്യമുണ്ട്, ലൈക്ക് ഇത് നടക്കുന്നത് ലഷ്കർ-e തയ്യബ, അതേപോലെ പാകിസ്ഥാനി എന്ന് പറയാൻ പറ്റില്ല, പാകിസ്ഥാനിൻ്റെ സപ്പോർട്ടുള്ള ഓർഗനൈസേഷൻസ് കാശ്മീരിൽ അമേരിക്ക ത്രൂ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നു. യെസ്, ഇങ്ങനെ വലിച്ചു വരാണെങ്കിൽ അവിടെ എത്തും. ഇന്നലെ അവരത് ഓപ്പൺ ആയിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് നടക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ആക്ഷൻ എടുക്കേണ്ടത് ഈ ഓർഗനൈസേഷൻസിൻ്റെ എതിരെയല്ലേ, അല്ലാതെ ഈ പറയുന്ന അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നീ പാകിസ്ഥാനി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് ബെനിഫിഷ്യൽ ഉണ്ട്, പക്ഷെ ചെയ്യുന്നത് നമുക്കെതിരെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈക്ക് പാകിസ്ഥാനി ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് നിർത്തുക എന്നുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനി ഗവൺമെന്റിന്റെ മുകളിലുള്ള പ്രഷർ, സമ്മർദ്ദം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആ ഓർഗനൈസേഷൻ, പിന്നെ അവരെ ആ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റിനായിട്ടല്ലേ. ഇത് അവിടുത്തെ പാവപ്പെട്ട ആയിപ്പോയ ഈ പറഞ്ഞ പ്രൊഫഷൻസിലെ എന്തുകൊണ്ട് ബാധിക്കുന്നു? അതേപോലെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, വേറൊരു കാര്യം ഞാൻ നടന്ന ഉടനെ, അതായത് ഇവിടെ നടന്ന ഉടനെ അവരെ പിന്നെ ഇവിടുത്തെ, എനിക്ക് അതിനകത്തെ ഒരു നെഗറ്റീവ് തോന്നി, ഇവിടുത്തെ പാകിസ്ഥാനികൾ മൊത്തത്തില് അവരുടെ തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്നത് ഇവിടെ മെഡിക്കൽ നമ്മുടെ സെക്യൂരിറ്റിയിലുള്ള വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പിന്നെ വന്നതിൽ ചിലപ്പം തീവ്രവാദികളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അവരെ മനസ്സിലാക്കാനുള്ള ഒരു പിന്നെ കഴിവ് നമ്മുടെ ഉള്ളിൽ വേണം. പാവപ്പെട്ട സ്റ്റുഡൻസ് ഉണ്ടാവും പാകിസ്ഥാനിൽ വന്ന് അവരുടെ രാജ്യത്ത് മോശാവസ്ഥയിലൂടെയാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടുത്തെ സർക്കാരൊക്കെ പണ്ട് പവർഫുൾ ആയ സർക്കാരൊക്കെ ഉണ്ടായിരുന്നു, നിലവിലെ സർക്കാരൊക്കെ എൻ്റെ അറിവിൽ വളരെ മോശം ഘട്ടത്തിലൂടെ പോകുന്നു. അവര് പിന്നെ വളരെ കഷ്ടപ്പെട്ടിരിക്കും നമ്മുടെ രാജ്യത്ത് വന്നത്. ആളുകളുടെ അടുത്തൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറയുന്നതൊക്കെ എനിക്കൊരു, അതൊക്കെ നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമാവാം, പക്ഷെ അതിനകത്തൊക്കെ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് എന്തായാലും അതിനകത്ത് പിന്നെ തീവ്രവാദികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ആയിട്ട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി ആ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് എല്ലാ ആളുകളെയും തിരിച്ചയക്കുക എന്ന് പറയുന്നത് അത് ആ രൂപത്തിൽ, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ അതേപോലെ ഒരു സ്പോർട്സ്മാന് വരാതിരിക്കാന്നൊക്കെ വരരുത് എന്ന് പറയുന്നത്, പാകിസ്ഥാൻ ടീം, അതായത് ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ പോയിട്ടോ പാകിസ്ഥാൻ ടീം ഇന്ത്യയിൽ വന്നിട്ടോ അത്യാവശ്യമായി. ഇപ്പൊ അടുത്ത് ഇന്ത്യയിൽ വേൾഡ് കപ്പ് ഉണ്ടായ സമയത്താണ് കുറെ നാളുകൾക്ക് ശേഷം പാകിസ്ഥാൻ ടീം ഇന്ത്യയിലേക്ക് വരുന്നത്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചാമ്പ്യൻസ് ട്രോഫി അല്ലേ, ഇന്ത്യ കളിക്കൂല എന്ന് പറഞ്ഞിട്ട് ദുബൈയിലേക്ക് മാറ്റിയില്ലേ. അതാണ് എനിക്ക് ഇതിൽ വന്ന വേറൊരു ഇതെന്താ അറിയോ, പാകിസ്ഥാനി ജനറൽ പബ്ലിക്കിൻ്റെ ഈ ഒരു കാര്യത്തിലൂടെ, അതായത് ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന് മേലെയുള്ള അവരുടെ ഔട്ട്ലുക്ക് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അവരിതിനോട് തീരെ ബോധവടല്ല എന്ന രീതിയിലാണ് ഇവിടെ. അതായത് ദേ ഡോണ്ട് ടേക്ക് ദ സിറ്റുവേഷൻ സീരിയസ്ലി.
ഇവിടെ ഈ പറയുന്ന കുറച്ച് ആംഗ്രി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓൺലൈൻ ട്വീറ്റ്സ് നമുക്ക് വായിച്ചാൽ അറിയാം. കാണുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടോക്സിക് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. പാകിസ്ഥാനെതിരും ആൻഡ് ജനറലി മുസ്ലിംസിനെതിരായിട്ടുള്ള കുറേ ട്വീറ്റ്സാണ് വരുന്നത്. ഇഫ് യു ടേക്ക് ദ സെയിം തിങ് ഓൺ ദ പാകിസ്ഥാനി സൈഡ്, അവിടെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള മീംസും ട്രോളുകളാണ് ഇറങ്ങുന്നത്. അതായത് ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, മൊബൈൽ ഫോണിൻ്റെ ഒരു കാര്യം. മൊബൈൽ ഫോണിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് യുദ്ധത്തില് അതായത് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ലഞ്ച് ബോക്സ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുമോ, അല്ലെങ്കിൽ ഫുഡ് അവിടെ കിട്ടുമോ, അതൊരു ചോദ്യം. വാട്ടർ ബോട്ടിൽ ഒന്ന് ഫില്ല് ചെയ്തോട്ടെ, അത് ഇന്ത്യ ഒന്ന് വെള്ളം ഓപ്പൺ ആക്കി തരുമോ, അങ്ങനെ ഒരു ചോദ്യം. അതേപോലെ ഇന്ത്യൻ ആർമി കറാച്ചി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണ് വീട്ടിൽ വെച്ച് വരണം കേട്ടോ, അല്ലെങ്കിൽ അത് ബുക്ക് കൊണ്ടുപോകും. അവർക്ക് ആ ഒരു രീതിയിലാണ് ഇവരത് കാണുന്നത്. മോശാവസ്ഥയിൽ അവരുടെ രാജ്യം നിലവിലെത്തിയിട്ടുണ്ട്. ഭയങ്കര അവര് രാജ്യത്ത് കുറെ എനിക്ക് തോന്നുന്നു ഇത് മൈഗ്രേഷൻ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മുടെ രാജ്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1947 പിന്നെ നമ്മുടെ സഹോദരങ്ങൾ തന്നെ ആയിരുന്നല്ലോ. പിന്നീട് തിരിച്ചുപോയ ആളുകളുടെ പിന്നീട് ജനിച്ച ആളുകളൊക്കെ തന്നെയാണല്ലോ. അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട്. എങ്കിൽ പോലും പിന്നെ അവരുടെ സർക്കാർ ഈ തീവ്രവാദി സംഘടനകൾക്ക് സപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ ഇപ്പം പിന്നെ നമ്മുടെ ഈ UN-ലൊക്കെ കൃത്യമായിട്ട് ഇന്ത്യ എടുക്കുന്ന നിലപാടിന് പ്രതിപക്ഷം വലിയ രീതിയിൽ സപ്പോർട്ട് നൽകുമെന്നാണ് വിചാരിക്കുന്നത്. ആ രൂപത്തിൽ ഈ പിന്നെ UN പോലെയുള്ള ലോക രാഷ്ട്രങ്ങളുടെ തലവന്മാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള തീവ്രവാദി സംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആ സർക്കാരിന് വലിയ രീതിയിൽ സമ്മർദ്ദം നൽകേണ്ടതുണ്ട്. അത് ഏത് രൂപത്തിലുള്ള, അപ്പോൾ ഇപ്പോൾ വെള്ളം പിടിച്ചു വെച്ചിട്ടുള്ളതാണോ അവർക്ക് ഗുഡായി തോന്നുന്നതെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. അതൊക്കെ വേൾഡ് ഇന്ത്യയിലെ ലീഡേഴ്സ് തീരുമാനിക്കേണ്ട. കാരണം നമുക്ക് അത്രത്തോളം അറിവില്ല അതിനെ പറ്റിയിട്ട്. നമുക്ക് അത്രത്തോളം അറിവില്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ അതിന് ആ രൂപത്തിൽ നമ്മൾ മനുഷ്യത്വപരമായിട്ടൊക്കെ കാണും. ഇപ്പോൾ ആളുകൾ നമ്മളിപ്പോൾ ചിന്തിക്കും, വെള്ളം കിട്ടാത്ത കുറേ ആൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും, അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ചിന്ത കൊണ്ടായിരിക്കും. പക്ഷേ ഇതിന് ഏതെങ്കിലും രൂപത്തിൽ ഇതിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ആ സർക്കാരിനെ ഇതിനെ ഇത്ര തീവ്രവാദി സംഘടനകൾക്ക് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനെ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. മറ്റു രാജ്യങ്ങളെ എല്ലാവരും സപ്പോർട്ടോടു കൂടി തന്നെ ഇതിനെതിരെ സംസാരിക്കേണ്ടതും കൂടിയുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലാസ്റ്റത്തെ പോയിന്റ്. വേറൊരു സംഭവം പറയാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തള്ളുന്നതല്ല, എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു റൂമിൽ ഇനി NRI സ്റ്റുഡൻ്റ് ആയിരുന്നു, അതെ, പാകിസ്ഥാനി ഫ്രണ്ട്സ് ഇല്ലേ? തീർച്ചയായും ഇഷ്ടം. പാകിസ്ഥാനി അങ്കിൾസിനൊക്കെ കണ്ടിട്ടില്ലേ? എൻ്റെ ഉപ്പൻ്റെ അതായത് എൻ്റെ ഉപ്പ ആക്ച്വലി ഷോപ്പ് നടത്തിയ ആളാണ്. തൊട്ടടുത്തുള്ള ഷോപ്പ് പാകിസ്ഥാനി അങ്കിളുടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പൻ്റെ ഷോപ്പിനെക്കാളും മൂപ്പരുടെ ഷോപ്പിലൊക്കെ പോയിരിക്കില്ലായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് പണ്ട് ഷാർജയിൽ ഉണ്ടായിരുന്ന റൂമിന്റെ നേരെ അടിയിലുണ്ടായിരുന്നത് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് നടത്തുന്നത് പോലെയാണ്. അവിടുത്തെ ഫുഡ് കംപ്ലീറ്റ് പാകിസ്ഥാനി, ക്ലയൻസ് കംപ്ലീറ്റ് പാകിസ്ഥാനി, എല്ലാം പാകിസ്ഥാനി. സംഭവം നടത്തുന്ന പോലെയാണ്. പാകിസ്ഥാൻകാരനൊന്നും ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അത് ഇത് രസം എന്താ പറയുക, ഈ ഇന്ത്യ പാകിസ്ഥാൻ എന്ന സംഭവം ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമേ ഉള്ളൂ. ഈ ഇന്ത്യയിലും ഒരു പാകിസ്ഥാനിൽ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കൂടെ പഠിച്ചിരുന്നതില് എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്തു. ഇയാളൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലെ പാകിസ്ഥാനിൽ? നമ്മുടെ എന്തായിരുന്നു പേര്, ഒരു ട്രാവലർ, അല്ല ഇയാള് നമ്മുടെ ഭാര്യയൊക്കെ ഉള്ള സുജിത് ഭക്തന് പോയൊരു പണ്ടത്തെ വീഡിയോ കണ്ടിട്ട്. അതായത് കൺട്രി വൈസ് ആണെന്നുണ്ടെങ്കിലും കൾച്ചറൽ വൈസ് ആണെന്നുണ്ടെങ്കിലും അവിടെയും എല്ലാ രാജ്യങ്ങളെ പോലെയും അവിടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ടോക്സിക് ആയിട്ടുള്ള മോളുകളുണ്ട്. അപ്പൊ അത് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എലി ഒരു വീട്ടിൽ കയറി പറഞ്ഞിട്ട് വീടല്ല ചൂടുണ്ട്, എലിക്കേണ്ടി വെച്ചാൽ മതി. അതാണ് പ്രഷർ ചെയ്യണം. തെണ്ടിത്തരം ചെയ്യുന്നുണ്ടോ അടിച്ചിരിയണം, തെണ്ടിത്തരം ചെയ്യുന്നവരെ അടിച്ചാൽ പോരെ. ആ കൂട്ടത്തിൽ മൊത്തം വന്നിട്ട് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഇപ്പം മലയാളികളിൽ
ഏതെങ്കിലും ഒരു മലയാളി എന്തെങ്കിലും ഒരു മോശം കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് അവരുടെ പിന്നെ കഴിവ് കേടിനെ അവരുടെ പിന്നെ സെക്യൂരിറ്റി പ്രോബ്ലത്തിന് ഇപ്പം പണ്ടൊക്കെ വാപ്പന്മാര് ഓഫീസിലൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ പാരന്റ്സ് ചിലപ്പോൾ പറയും തലവേദന വന്നു കഴിഞ്ഞാല് മൊബൈൽ ഫോണാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലാണ് ഇതിനെ കാണാൻ. എങ്ങനെയെങ്കിലും അവനവന്റെ പ്രശ്നം എന്റെ പ്രോബ്ലമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലും കാട്ടിക്ക് കൂട്ടിയിട്ട് ചില ആൾക്കാർ പ്രഷറോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല. അതേപോലെ തന്നെ ആയിരിക്കും ഇതിനെയും അവർ കാണും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഏറ്റവും കൂടുതൽ പരസ്പരം ഐക്യത്തോടും സമാധാനത്തോടും നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും മാക്സിമം ആ ഒരു യൂണിറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ള കാലത്ത് ഞാൻ അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇനിയുള്ള കാലത്തെങ്കിലും പാകിസ്ഥാനെ ആണെങ്കിലും ശ്രീലങ്കനെ ആണെങ്കിലും ചൈനനെ ആണെങ്കിലും ഒക്കെ നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. നമ്മൾ ബന്ധം സൗദീനെയായിട്ടും തൊട്ടടുത്ത് മതിലിൻ്റെ അപ്പുറത്തുള്ള ആളുകളായിട്ട് ഫുൾ പ്രശ്നം, ചൈനേനായിട്ട് പാകിസ്ഥാനെയൊക്കെ ആയിട്ട് പ്രശ്നവും പിന്നെ ശ്രീലങ്കനായിട്ടൊക്കെ പ്രശ്നവും. എന്നാൽ പിന്നെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധവുമുള്ള ഒരു പ്രോബ്ലമാണ് നമ്മുടെ പിന്നെ രാജ്യത്ത് നിലവിലുള്ളത്. അത് ഇനിയുള്ള കാലത്തെങ്കിലും നല്ല മതപരമായിട്ട് ആളുകളെ വേർതിരിച്ച് കാണുന്ന, അത് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രൈസ്തവരാവട്ടെ ആ രൂപത്തിൽ കാണാതെ നമ്മുടെ രാജ്യം വളരണം. അയൽ രാജ്യവും ആണെങ്കിൽ വളരാണെങ്കിൽ വളർന്നോട്ടെ, അവരൊരു സഹോദരന്മാരായിട്ട് കാണുന്ന, അത് ചൈന ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ആ രൂപത്തിലേക്ക് നമ്മുടെ രാജ്യം ഇനിയെങ്കിലും പുതിയ ലീഡേഴ്സിന് മാറുമെന്ന് എനിക്കറിയില്ല, വരുന്ന തലമുറയെങ്കിലും നല്ലൊരു പിന്നെ ലീഡേഴ്സ് അവിടെ പാകിസ്ഥാനിലുണ്ടാവട്ടെ ചൈനയിലുണ്ടാവട്ടെ നമ്മുടെ രാജ്യത്ത് നല്ല ലീഡേഴ്സ് അതിൻ്റെ ഒരു പിന്നെ നേതൃസ്ഥാനത്ത് വന്നിട്ട് തൊട്ടടുത്തുള്ള രാജ്യമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാവുന്ന ഒരു കാലം നമ്മളെ ശേഷമൊക്കെ ആയിരിക്കും സംഭവിക്കുക. അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പോയിന്റ് നിർത്തുന്നു.